ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും ഗ്രീൻ ചാനലിന്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം നമ്മുടെ അക്കാഡമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ എന്താണ് പുതിയ ക്ലാസ്സുകളിലേക്ക് പോവാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും ഇനി മുന്നോട്ട് അന്നന്ന് എടുക്കുന്നത് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമില് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു ബെറ്റർ സ്കോർ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ എന്റെ പേര് സാന്ദ്ര. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് ലൈറ്റിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ലൈറ്റ് വഴി ഉണ്ടാവുന്ന ഡിഫറെന്റ് ഫിനോമിനൻസും കാര്യങ്ങളും, അങ്ങനത്തെ കുറച്ച് ഫൺ ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് മെല്ലെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ അന്നന്ന് എടുക്കുന്ന മക്കളെ നേരാവണ്ണം പഠിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മക്കളെ, എന്താണ് ലൈറ്റ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ലൈറ്റ് എന്താണെന്ന് അറിയണം അല്ലേ. എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ലൈറ്റിനെ പറയാൻ പറ്റും ഒന്ന് പറഞ്ഞേ. അറിയുന്നവർക്ക് ഒന്ന് പറഞ്ഞേ, കമന്റിൽ പറയാം കേട്ടോ. എന്താണ് ലൈറ്റ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? ലൈറ്റിനെ ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ എന്താണ്? അതൊരു എനർജി ഫോം ആണ് അല്ലെ. എന്താണ്? ഇറ്റ്സ് ആൻ എനർജി ഫോം. ഓക്കെ, എനർജിയുടെ ഒരു രൂപമാണ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള ഫോം ഓഫ് എനർജീസ് ഉണ്ട്. അതിലൊരു എനർജി ഫോം ആണ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ലൈറ്റ് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? സിമ്പിൾ അല്ലേ, നമുക്ക് കാണാൻ വേണ്ടിട്ടല്ലേ, നമ്മുടെ ചുറ്റുമുള്ള ഒബ്ജക്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ലൈറ്റ് ഹെൽപ്സ് ടു സീ ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? ലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ ലൈറ്റ്സിന്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മക്കൾ കമന്റ് ചെയ്തേ. എന്തൊക്കെയായിരിക്കും ലൈറ്റിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാണ്? ഓരോന്നോരോന്നായിട്ട് കമന്റ് ചെയ്തേ. അറിയോ നോക്കട്ടെ നിങ്ങൾക്ക്. ഓരോരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മിസ്സും പറഞ്ഞുതരാം. എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്താവശ്യമില്ല? ഒരു മീഡിയം ആവശ്യമില്ല. ഓക്കെ, ലൈറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. ഓക്കെ, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ എന്താവശ്യമില്ല? ഒരു മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇപ്പൊ സൗണ്ടിനൊക്കെ സഞ്ചരിക്കാൻ എന്താ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട് അല്ലെ. പക്ഷെ അതുപോലെയല്ല ലൈറ്റിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ട? ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എന്താണ് പറയാ? ലൈറ്റ് എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ മൂന്നാമത്തെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞേ. എന്തായിരിക്കും വേറൊരു പ്രോപ്പർട്ടി പറയാൻ പറ്റുക? ലൈറ്റിന് ഡുവൽ നേച്ചർ ഉണ്ട്. എന്താണ് ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ലൈറ്റ് രണ്ട് തരം സ്വഭാവം കാണിക്കും. ഓക്കെ, രണ്ട് സ്വഭാവം കാണിക്കും. എന്താണ് ഈ രണ്ട് സ്വഭാവം? നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ ലൈറ്റിന് എന്ത് നേച്ചറാണ്? ഡുവൽ നേച്ചർ. രണ്ട് നേച്ചർ കാണിക്കും. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് വേവ് നേച്ചർ. അതുപോലെ രണ്ടാമത്തെ നേച്ചറാണ് പാർട്ടിക്കിൾ നേച്ചർ. ഇത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമ്മുടെ +1 ഫിസിക്സിലൊക്കെ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കേണ്ട. ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഡുവൽ നേച്ചർ കാണിക്കുന്നുണ്ട് ലൈറ്റ്. അതായത് വേവ് നേച്ചറും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പറയാൻ എന്താവും പറയാ? ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയോ? വാക്വത്തിലാണ് കേട്ടോ.
ലൈറ്റ് ഏറ്റവും മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വാക്വം കണ്ടീഷനിലാണ്. വാക്വം കണ്ടീഷനിലാണ് ലൈറ്റ് ഏറ്റവും മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് വാക്വത്തിൽ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് ഏത് കൂടിയാണ്? വാക്വത്തിലാണ് ലൈറ്റ് ഏറ്റവും മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ട് നമുക്ക് പറയാവുന്ന ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ബേസിക്സ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ലൈറ്റിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ പോയിന്റ് കൂടെ ആഡ് ചെയ്യാം അല്ലെ. ഇനി ലൈറ്റ് ഏതെങ്കിലും ഒരു സർഫസിൽ വരുവാണെന്നുണ്ടെങ്കിൽ, ഒരു സർഫസിലേക്ക് പതിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് അധികം ഫിനോമിനൻസ് നടക്കും. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ നടക്കും? അവിടെ റിഫ്ലക്ഷൻ നടക്കാം, അതുപോലെ റിഫ്രാക്ഷൻ നടക്കാം, അതുപോലെ തന്നെ അബ്സോർപ്ഷനും നടക്കാം. ഓക്കെ, ഒരു ലൈറ്റ് വന്നിട്ട് ഒരു സർഫസിൽ വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കും. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അബ്സോർപ്ഷൻ. ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കും. അപ്പൊ ഇത് ഓക്കെ അല്ലേ മക്കൾക്ക്? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലൈറ്റിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കാം. അപ്പൊ മക്കളെ, ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് റിഫ്ലക്ഷൻ എന്ന് നോക്കാം. അതൊരു നാച്ചുറൽ ഫിനോമിനൻ ആണ്. ഓക്കെ, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് വന്ന് ഒരു സർഫസിലേക്ക് ഫോളോ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്തുകൊണ്ട് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് വന്ന ഒരു സർഫസിൽ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ബൗൺസ് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു നാച്ചുറൽ ഫിനോമിനനെ നമ്മൾ പറയുന്നതാണ് എന്ത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കാവുന്ന കാര്യമാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് പഠിക്കാൻ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ആ കോൺസെപ്റ്റ് വേഗം മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു പ്ലെയിൻ മിറർ വരച്ചു. ഓക്കെ, ഇതാണ് പ്ലെയിൻ മിറർ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഇവിടെതാ ഒരു ലൈറ്റ് റേ വന്ന് നമ്മുടെ പതിക്കാണ്. ഈ ഒരു പോയിന്റിൽ വന്ന് പതിക്കാണ്. അപ്പൊ ഒരു സർഫസിൽ വന്നിട്ട്, ഇപ്പൊ നമ്മളിവിടെ പ്ലെയിൻ മിറർ അല്ലേ എടുത്തിരിക്കുന്നത്, അപ്പൊ ഇവിടെ വന്ന് പതിക്കുന്ന ഈ ഒരു റേനെ നമ്മൾ എന്താണ് വിളിക്കുക? ഇതാണ് ഇൻസിഡന്റ് റേ. എന്താണ് പറയാ? ഇൻസിഡന്റ് റേ. ഒരു സർഫസിൽ വന്ന് പതിക്കുന്ന ഈ ഒരു എന്താണ്? ഈ ഒരു റേനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻസിഡന്റ് റേ. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ഒരു സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തു പോകും? റിഫ്ലക്ട് ചെയ്തു പോകും അല്ലെ? അപ്പൊ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ അത് റിഫ്ലക്ട് ചെയ്തു പോകും, തിരിച്ചു പോകും. ഈ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന നമ്മള് ആ ഒരു രേഖയാണ്, അല്ലെങ്കിൽ ആ ഒരു റേനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതാണ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ അല്ലേ? അപ്പോ സർഫസിൽ വന്ന് പതിക്കുന്നത് ഇൻസിഡന്റ് റേയും അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് പോകുന്നത് ഏതാണ്? റിഫ്ലക്റ്റഡ് റേ ആണ്. ആൻഡ് അതിന് മിഡിലായിട്ട് ഇവിടെ എന്തും ഉണ്ടായിരിക്കും? ഇതാണ് നോർമൽ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പ്ലെയിൻ മിറർ സർഫസ് ആണ്. വന്ന് പതിക്കുന്നത്, ഫോളോ ചെയ്യുന്നത് ഇൻസിഡന്റ് റേ. ദെൻ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് റിഫ്ലക്റ്റഡ് റേ. ഈ ഒരു പോയിന്റിന് എന്താണ്? ഇതാണ് ഇൻസൈഡ് ചെയ്യുന്ന പോയിന്റ്. അതായത്
റേ വന്നിട്ട് പതിക്കുന്ന ഈ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്താണത് പറയാ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അപ്പോ വന്ന് പതിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന സമയത്ത് ഇവിടെ നോർമലുമായിട്ട് ഇത് എന്ത് മേക്ക് ചെയ്യുന്നുണ്ട്? ഇതൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും തിരിച്ചു പോകുന്ന സമയത്ത് അതും ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന സമയത്ത് അത് ഫോം ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്താ വിളിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അത് നമുക്ക് θ1 ഇവിടെ കൊടുക്കാം. ആംഗിൾ അറിയാലോ, നമ്മൾ തീറ്റ ആണ് അല്ലെ പറയാ. അതുപോലെ ഈ ഒരു ആംഗിളിനെ നമുക്ക് θ2 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതില് θ1 എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്താ വിളിക്കാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ ആംഗിൾ I എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ റിഫ്ലക്റ്റഡ് റേയും റിഫ്ലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ഇസ് θ2. അതിന് എന്താണ് വിളിക്കുക നമ്മൾ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അതിനെ നമുക്ക് ആംഗിൾ സ്മോൾ ലെറ്റർ r എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം അത് പറയുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഈ പതിക്കുന്ന റേ ഉണ്ടാക്കുന്ന ആംഗിളും അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ വളരെ ഈസി പോയിന്റ് ആണ് അല്ലെ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് നോക്കാം. എന്താണ്? ഈ പറയുന്ന ഇൻസിഡന്റ് റേയും അതുപോലെ റിഫ്ലക്റ്റഡ് റേയും അതേപോലെ തന്നെ നോർമലും എന്തിലാണ് ഇരിക്കുന്നത്? ഒരേ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ദ ഇൻസിഡന്റ് റേ അതുപോലെ തന്നെ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ all three lie in same plane. Okay, clear അല്ലേ മക്കളെ? വളരെ ഈസി ആണ് കേട്ടോ, ഇതിലൊന്നും പഠിക്കാനില്ല, എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എന്താണ്? ഒരേ പ്ലെയിനിലാണ് ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് നമ്മൾ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതായത് ആംഗിൾ I is equal to ആംഗിൾ R. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത് സിമ്പിൾ ആണ് പഠിക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ടോപ്പിക് നോക്കാം. അപ്പൊ മക്കളെ, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് എന്താണ് ഇമേജ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിനൊരു ഡെഫിനേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോ ഒന്നിലധികം റേസ് വന്നിട്ട് ഒരു പോയിന്റില് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഫോം ചെയ്യുന്നതാണ് എന്ത്? ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമുക്ക് കാണാൻ സഹായിക്കും. നമുക്കിപ്പോ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന, ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നതും എല്ലാം എങ്ങനെയായിരിക്കും? ഈ പറയുന്ന പോലെ എന്റെ കണ്ണിലേക്ക് ലൈറ്റ് റേസ് തട്ടുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു ഇമേജ് ആണ്. അങ്ങനെയാണ് എനിക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പോ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ വെച്ച് പറയാം. എങ്ങനെയാണ്? ഇമേജ് ഇസ് ദ പോയിന്റ് where two or more light rays actually meet or appear to meet. ഓക്കെ, അപ്പൊ നമുക്ക്
അവിടെ രണ്ട് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഒന്നുകിൽ അവിടെ എന്താണ് ആക്ച്വലി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കാം ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അപ്പിയർ ടു മീറ്റ്, ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അപ്പൊ ദ പോയിന്റ് വേർ two or more light rays actually meet or appear to meet, അതിനെയാണ് നമ്മൾ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇമേജ് എന്ന് പറയുന്നത് രണ്ട് കൈൻഡ്സ് ആണുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഇവിടെ മിസ് ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമേജസ് രണ്ട് ടൈപ്പ് ആണുള്ളത്. റിയൽ ഇമേജസ് ഉണ്ട്, അതുപോലെ തന്നെ വെർച്വൽ ഇമേജസ് ഉണ്ട്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് റിയൽ ഇമേജസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് വെൻ ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ്. ഓക്കെ, ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? റിയൽ ഇമേജിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ലൈറ്റ് റേസ് എന്താവും? അവിടെ ആക്ച്വലി മീറ്റ് ചെയ്യും, അപ്പോഴാണ് റിയൽ ഇമേജ് ഫോം ചെയ്യുക. ഇനി വെർച്വൽ ഇമേജ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? അത് ഫോംഡ് വെൻ ലൈറ്റ് റേസ് അപ്പിയർ ടു മീറ്റ്. ലൈറ്റ് റേസ് എന്താണ് മീറ്റ് ചെയ്യാം, ചിലപ്പോ അവിടെ ആയിരിക്കും മീറ്റ് ചെയ്യാം, സാധ്യതയുള്ളൂ, അവിടെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പിയർ ടു മീറ്റ്, അവിടെയാണ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി റിയൽ ഇമേജിന്റെ അടുത്ത പോയിന്റ് നോക്കാം. ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ സ്ക്രീൻ. നമുക്കൊരു സ്ക്രീനിലേക്ക് അതിനെ എന്താണ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയാം അല്ലെ, ഒരു സ്ക്രീനിലേക്കൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതില് റിയൽ ഇമേജേ പറ്റുള്ളൂ. വെർച്വൽ ഇമേജിനെ എന്താണ് നമുക്ക് അങ്ങനെ ഒരു സ്ക്രീനിലേക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പുറത്തെ പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി റിയൽ ഇമേജിന്റെ അടുത്ത പോയിന്റ് ആണ്, ആ ഇമേജിന്റെ ഒരു എങ്ങനെയായിരിക്കും, നേച്ചർ എങ്ങനെയായിരിക്കും? അത് ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തലകീഴായതായിരിക്കും കേട്ടോ ഇമേജ് എന്ന് പറയുന്നത്. റിയൽ ഇമേജ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ്, തലകീഴായിട്ടാണ് കാണാൻ പറ്റുക. എന്നാൽ വെർച്വൽ ഇമേജ് ആണെങ്കിലോ അത് ഇറക്റ്റ് ആയിരിക്കും. റിയൽ ഇമേജ് ആണെങ്കിൽ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കാണാം, വെർച്വൽ ഇമേജ് ആണെങ്കിൽ ഇങ്ങനെ ഇറക്റ്റ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ഇനി റിയൽ ഇമേജിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതായിരിക്കും? ഇമേജ് ഫോംഡ് ഓൺ സിനിമ സ്ക്രീൻ. നമുക്കറിയാം അല്ലെ, നമ്മുടെ തിയേറ്ററില് സിനിമ സ്ക്രീനില് ഈ പറയുന്ന ഒരു റിയൽ ഇമേജ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിനെന്താണ് റിയൽ ഇമേജ് ആകുമ്പോൾ നമുക്ക് എന്താണ് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞല്ലേ. അപ്പോ ഇമേജ് ഫോംഡ് ഓൺ സിനിമ സ്ക്രീൻ ആണ് റിയൽ ഇമേജിനുള്ള എക്സാമ്പിൾ. അതുപോലെ വെർച്വൽ ഇമേജിനുള്ള എക്സാമ്പിൾ നമുക്ക് ഏതാ പറയാൻ പറ്റുക? പ്ലെയിൻ മിറർ വഴി ഫോം ചെയ്യുന്ന ഇമേജ് ആണ് വെർച്വൽ ഇമേജിനുള്ള എക്സാമ്പിൾ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറഞ്ഞല്ലേ, എന്താണ്? അത് ഇറക്റ്റ് ആയിരിക്കും, അതിന് നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതാണ് രണ്ട് ടൈപ്പ് ഇമേജ് ഉണ്ട് പറഞ്ഞു, റിയൽ ഇമേജും വെർച്വൽ ഇമേജും. അപ്പൊ അതിന്റെ മേജർ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലെയിൻ മിറർ വഴി പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മക്കളെ, ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്ലെയിൻ മിറർ വഴി ഉണ്ടാവുന്ന ഇമേജ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് മിസ് ഇവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പൊ മിററിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഇതേ ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ മിററിന്റെ മുൻപിലായിട്ടാണ് നമ്മളെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? രണ്ടോ അതിലധികമോ റേസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ ഇമേജ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നുണ്ട്, അത് എന്ത് ചെയ്തിട്ടുണ്ട്? റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്? ഇമേജ് മിററിന്റെ പിന്നിലായിട്ടാണ് ഫോം ചെയ്യുന്നത് അല്ലെ. നമ്മള് ഇമേജ് ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചത്? മിററിന്റെ മുൻപിലായിരുന്നു വെച്ചിട്ടുള്ളതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? പ്ലെയിൻ മിററിന്റെ പിന്നിലായിരിക്കും. ഇത് കണ്ടില്ലേ, എ ഡാഷ് ബി ഡാഷ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇതാണ് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഇനി പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. നമ്മൾ നേരത്തെ ടേബിളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എങ്ങനെയാണ്? അത് വെർച്വൽ ആയിരിക്കും, അതായത് എന്താണ്, നമുക്ക് അതിനെ ഒരു സ്ക്രീനിലോട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആണ്, അതിനെ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിട്ടായിരിക്കും. കണ്ടില്ലേ,
നിവർന്നിട്ടാണ് കാണപ്പെടുന്നത്, ഇൻവേർട്ടഡ് ആയിട്ടല്ല. എ ഡാഷ് ബി ഡാഷ് നിവർന്നിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇമേജിനെ കാണാൻ പറ്റുന്നത്. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇപ്പോ കണ്ണാടിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലെ, നമ്മളാണ് ഒബ്ജക്റ്റ് എന്ന് എടുക്കുക. നമ്മുടെ ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് അതില് ഇമേജിൽ വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡ് ആയിട്ടായിരിക്കും കാണാം. നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് ഇമേജില് റൈറ്റ് സൈഡ് ആയിട്ടായിരിക്കും കാണാം. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും അതുപോലെ ആയിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡ് ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡ് ഇമേജിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ പ്ലെയിൻ മിറർ വഴി ഫോം ചെയ്യുന്ന ഇമേജിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ഓക്കെ, അത് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? സൈസ് ഓഫ് ഇമേജ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സൈസ് ഓഫ് ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഇമേജ്. ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും സിമിലർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്, ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ആസ് ഫാർ ഓഫ് ദ മിറർ ആസ് ദ ഒബ്ജക്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിലാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇമേജ് ഫോർമേഷൻ എവിടെയായിരിക്കും നടക്കുക? പ്ലെയിൻ മിററിന്റെ പിന്നിലായിരിക്കും, ബിഹൈൻഡ് ആയിട്ടാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. സോ അതൊക്കെയാണ് ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിററിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? അപ്പോ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്, സൈസ് ഓഫ് ഇമേജും സൈസ് ഓഫ് ഒബ്ജക്റ്റും സെയിം ആണ്. അതുപോലെ തന്നെ പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ എവിടെയായിരിക്കും നടക്കുക? പ്ലെയിൻ മിററിന്റെ ബിഹൈൻഡിലായിട്ടായിരിക്കും നടക്കുക. സോ ഇതൊക്കെയാണ് ഇമേജ് ഫോർമേഷൻ, പ്ലെയിൻ മിറർ വഴി ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ?